ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമുകളിൽ ഒന്നാണ് നമ്മുടെ LD ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത്, അല്ലേ? LDC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നെക്സ്റ്റ് ഇയറിൽ എക്സാം നടക്കാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയും കൂടിയാണ് നമ്മുടെ LD ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ്, നമ്മൾ ഈ ടൈം മുതൽ തന്നെ LD ക്ലർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതിന് മുൻപായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും എക്സാമുകളുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് പേർ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പം മെജോറിറ്റി PSC ആസ്പിറൻസും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരുപാട് 10th ലെവൽ 7th ലെവൽ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സിലബസിന്റെ വലിയൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യണോ എന്നൊക്കെയുള്ള സംശയം ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ VFA എക്സാമിനെ കുറിച്ച്, അല്ലേ? അത് നടക്കാൻ പോകുന്ന 10th ലെവൽ എക്സാംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമുകളിൽ ഒന്നാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലേ? കാരണം നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുമിച്ച് വരും. നമുക്കറിയാം, ഈ പറയുന്ന പോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി എന്ന് പറയുന്നത് പലരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി. അതുപോലെ LGSന് മുകളിലേക്ക് വരുന്ന ഒരു പേ സ്കെയിൽ വരുന്നുണ്ട്. സ്വന്തം നാട്ടിൽ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫറിലൂടെ മറ്റു കാര്യങ്ങളിലൂടെയും ഈ പറഞ്ഞ പോലെ സ്വന്തം നാട്ടിൽ ജോലി കിട്ടാനുള്ള സാധ്യത വരുന്നുണ്ട്. പലരും സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് VFA എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് വരുന്ന ഒരു ജോലിയാണ് VFA എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് VFAക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇനി ഇപ്പോൾ പോലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് എക്സാം ഡേറ്റ് നമ്മുടെ PSCയുടെ ടെൻഡേറ്റീവ് കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പല ജില്ലകളിലും നവംബർ ആകുമ്പോഴത്തേക്കും ഡിസംബർ ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നവംബർ പകുതിയോടുകൂടി എന്ത് ചെയ്യണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നവംബറിലേക്ക് എക്സാം എന്ത് ചെയ്യില്ല, നീണ്ടുപോലും. നമുക്കറിയാം, പ്രിലിംസ് ഇല്ല, ഒരു മെയിൻസ് എക്സാം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നവംബറിലേക്ക് ഈ പറയുന്ന പോലെ എക്സാം എന്ത് ചെയ്യില്ല, നീണ്ടു പോകില്ല. ഒക്ടോബറിലേക്ക് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബർ അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള ഒരു ഡേറ്റിലേക്കും നടക്കാനുള്ള സാധ്യത VFAയുടെ കേസിൽ എന്താണ്, നമുക്ക് കൂടുതലാണ്, അല്ലേ? കാരണം സ്വാഭാവികമായിട്ട് നവംബറിലേക്ക് റാങ്ക് ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസംബറിലേക്ക് റാങ്ക് ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും നവംബറിലോ ഒക്ടോബറിലോ നടന്നാൽ പോരാ. സെപ്റ്റംബർ ആണ് മാക്സിമം ഒരു ഏറ്റവും നീണ്ടുപോകുന്ന ഒരു ഡേറ്റ് ആയിട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുക, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലേ? അതിനകത്ത് നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ പലർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്, നമ്മളിപ്പോൾ ഈ നടക്കുന്ന സമയം വരെ അല്ലെങ്കിൽ ഈ പറയുന്ന സെപ്റ്റംബർ വരെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാം ആണ് നമ്മുടെ LD ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത്, അല്ലേ? LDC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അതേ പേ സ്കെയിലിന് തൊട്ട് താഴെ വരുന്ന ഒരു ജോബാണ് VFA എന്ന് പറയുന്നത്. കാരണം LGSന് തൊട്ട് മുകളിലും LDക്ക് തൊട്ട് താഴെയുമായിട്ട് വരുന്ന ഒരു പേ സ്കെയിലാണ് ഏതിന് വരുന്നത്, VFAക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ പലർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്, ഇപ്പൊ ഈ പറഞ്ഞ ഡിസംബർ വരെ അല്ലെങ്കിൽ നവംബർ വരെയൊക്കെ നമ്മൾ VFA ഫോക്കസ് ചെയ്തിരുന്നാൽ ആ ടൈമും കൂടെ നമുക്ക് LDയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഗുണമായിരിക്കും, അല്ലെങ്കിൽ LDക്ക് അവർ ലോങ് ടേം പ്രിപ്പറേഷൻ നോക്കുന്ന ആവശ്യമാണോ എന്നൊക്കെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ നടക്കുന്ന എക്സാമുകൾക്കൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, അതായത് ഈ പറയുന്ന VFAക്കോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGSനോ ഒന്നും പ്രിപ്പയർ ചെയ്യുന്ന, ബെവ്കോ LDCക്കോ ഒന്നും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി അല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴേ ഇനി നടക്കാൻ പോകുന്ന പക്ഷേ PSCക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന LDCക്ക് ലോങ് ടേം പ്രിപ്പറേഷൻ നടത്തിയാൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ എക്സാമുകൾക്ക് ഒന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം പഠിത്തം തുടങ്ങിയാൽ റാങ്ക് ലിസ്റ്റിൽ ഹയർ പൊസിഷനിലേക്ക് എത്തണം എന്നില്ല. അപ്പോൾ അത്തരത്തിൽ നിലവിൽ ഈ പറയുന്ന VFAക്കോ അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾക്കോ ഒന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ LDCയുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ ചാൻസ് അത്രത്തോളം കൂടും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ VFA പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ VFAയുടെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന VFAയുടെ സിലബസ്. ഓക്കെ, VFAയുടെ ഇതേ സിലബസ് തന്നെയാണ് ഏതിനും വരുന്നത്, LDCക്കും വരുന്നത്. ക്ലിയർ ആണോ? അതായത് ഈ ഒരു VFAയുടെ ഒറ്റ സിലബസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 4 എക്സാമുകൾക്കാണ്. അത് VFAക്ക് മാത്രമല്ല, അതുപോലെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, അതോടൊപ്പം തന്നെ അടക്കാൻ പോകുന്ന LDC എക്സാം, ഇതിൻ്റെ എല്ലാം സിലബസ് എൻറ്റയർലി കവർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിലബസ് ആണ് VFAയുടെ ഈ ഒരു ഒറ്റ സിലബസ് എന്ന് പറയുന്നത്, അല്ലേ? സോ എന്തുകൊണ്ട് നിങ്ങൾ VFA ഫോക്കസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ VFAയുടെ എക്സാം സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ, അതോടൊപ്പം നിങ്ങൾ എന്തിൻ്റെയും കൂടെ സിലബസ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, LDCയുടെ സിലബസ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമൊക്കെ മോസ്റ്റ് പ്രോബ്ലി നടക്കാൻ സാധ്യതയുള്ള VFAയുടെ സിലബസ് നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്തും ചെയ്യാണ്, LDCയുടെ സിലബസ് നിങ്ങൾ കവർ ചെയ്യാണ്. സോ ബാക്കി സമയം ഫുള്ള് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ സിലബസ് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാനും PYQs പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കിട്ടുന്നത്, അല്ലേ?
സോ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ VFAക്ക് ഇനി പ്രിപ്പയർ ചെയ്യണോ എന്ന് ചോദിച്ചാൽ, ഈ നടക്കാൻ പോകുന്ന VFA എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണോ എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് നമുക്കറിയാം സെപ്റ്റംബറിലേക്ക് വരുമ്പോഴാണ് എക്സാം വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്കിപ്പോൾ ഏപ്രിൽ മാസമൊക്കെ ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, തുടങ്ങിയിരിക്കണം. കാരണം വെറുതെ സിലബസ് കവർ ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, VFA എന്ന് പറയുന്നത് ഒരു വലിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഒരുപാട് ആളുകളെ അപ്പോയിന്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഒന്നാം കാര്യം ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്, ഒരു ഡീസന്റ് നമ്പർ ഓഫ് അപ്പോയിന്റ്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റുമാണ്, അല്ലാതെ ഒരുപാട് ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കുന്ന ഒരു എക്സാം അല്ല VFA. പക്ഷേ ഒരു ജോബ് പ്രൊഫൈലിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു ജോലിയുമാണ് VFA എന്ന് പറയുന്നത്. സോ അതിലേക്ക് വെറുതെ സിലബസ് കവർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്താൻ പറ്റണം എന്നില്ല. സോ റാങ്ക് ലിസ്റ്റിൽ ഒരു ഹയർ പൊസിഷൻ സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്, പ്രോപ്പർ റിവിഷൻ ആവശ്യമാണ്. സോ റിവിഷൻ കണ്ടക്ട് ചെയ്ത് PYQs പ്രാക്ടീസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇപ്പോഴത്തെ എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടുത്തെ 2 പോസിബിലിറ്റീസ് ആണ് ഈ ഒരു കേസിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു VFAയുടെ സിലബസ് നമ്മൾ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നടക്കാൻ പോകുന്ന എക്സാമുകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ കംപ്ലീറ്റ് സിലബസ് കവറേജ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനോടൊപ്പം പാരലായിട്ട് തന്നെ PYQ ബേസ് റിവിഷനും കണ്ടക്ട് ചെയ്ത് റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്ത് നിങ്ങളെ ഈ ഒരു VFA അടക്കമുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ പ്രയാണം 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ കോഴ്സുകൾക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ 3 എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ബാച്ചസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ നടക്കാൻ പോകുന്ന എക്സാമിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ബാക്കി എക്സാമിൽ പറഞ്ഞാൽ VFA കുറച്ചും കൂടെ ടൈം എടുക്കും. അതിലേക്ക് ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇപ്പം നടക്കുന്ന എക്സാമ്പിൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പറഞ്ഞില്ല VFAയുടെ ഈ ഒരു സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അതോടൊപ്പം കംപ്ലീറ്റ് ചെയ്യുന്ന എന്ത് തന്നെയാണ്, LDCയുടെ സിലബസ് തന്നെയാണ്. ഇൻ കേസ് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LDCക്ക് വേണ്ടിയുള്ള ലോങ് ടേം പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മടിയെ കാണിക്കരുത്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഏതാണ് എന്ന് ചൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ടൈം തന്നെയാണ്. ഓക്കെ, സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ മറ്റ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഏത് എക്സാമിനാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.